ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു അടിപൊളി വാൾ ഹാങ്ങിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഐസ്ക്രീം സ്റ്റിക്കും പേപ്പർ കപ്പും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു 8-9 സ്റ്റിക്ക് നീളത്തിൽ അടുപ്പിച്ച് വെക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്നതിൻ്റെ ഓരോ വലുപ്പത്തിനനുസരിച്ച് എണ്ണം കൂട്ടാവുന്നതാണ്. പിന്നെ അതിൻ്റെ പുറകിലായിട്ട് 3 സ്റ്റിക്കും കൂടി എല്ലാം കൂടി ഒരുമിച്ച് വയ്ക്കാൻ വേണ്ടി ഒന്ന് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പേപ്പറിൻ്റെ മുകളിൽ മുഴുവനും ഒരുമിച്ച് ഒട്ടിച്ചെടുത്താലും മതി. അപ്പോൾ ഇതെല്ലാം ഒരേ ലെവലിൽ ഒട്ടിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഉണക്കി എടുത്തിട്ടുണ്ട്. ഇന്നും 2 സ്റ്റിക്കും കൂടി ഒരു മേൽക്കൂര പോലെ 2 സൈഡിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫെവിബോണ്ടിന് വരെ ഫെവിക്കോൾ യൂസ് ചെയ്യാം. ഫെവിബോണ്ടാണെങ്കിൽ പെട്ടെന്ന് ഒട്ടി കിട്ടും. ഫെവിക്കോളാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് ഉണക്കാൻ വെക്കാം. അപ്പോൾ അത് ഉണക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ട്. ചെറിയ പേപ്പർ കപ്പാണ് എടുത്തിട്ട് അത് നമ്മളൊന്ന് പകുതിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് പകുതി മതി. കട്ട് ചെയ്യുന്നിടത്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ പകുതി ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത കപ്പിൽ ഡിസൈൻ ഉള്ളതുകൊണ്ട് അതൊന്ന് മറയ്ക്കാൻ വേണ്ടി അതിലൊരു വൈറ്റ് പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് ഫെവിക്കോൾ വെച്ചാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഒരളവിൽ ഒന്ന് ഒട്ടിച്ച് കട്ട് ചെയ്തെടുക്കാം. സാധാ പ്ലെയിൻ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് പെയിൻറ്റ് അടിച്ചിട്ടാൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റാലിക് ബ്ലൂ ആണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഇവിടെ അടിച്ചെടുക്കുന്നത്. ആ ഗ്ലാസ് മൊത്തം ഒന്ന് അടിച്ചെടുക്കുകയാണ്. ആ മോൾ ഭാഗം മാത്രം നമ്മൾ ഇട്ടിട്ട് ബാക്കി മൊത്തം ആ ഒരു പെയിൻറ്റ് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് അടിച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അതിലേക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അടിഭാഗത്തായിട്ട് ഏറ്റവും അടിയിലാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നത്. അത് നമ്മൾ ഫെവിബോണ്ട് വെച്ച് തന്നെ ഒട്ടിക്കുന്നത്. അത് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കുക. നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് പേപ്പർ അതിൻ്റെ അകത്തേക്ക് ചുറ്റിടുന്നുണ്ട്. കാരണം നമ്മൾ ഫ്ലവർ എന്തെങ്കിലും വയ്ക്കാന്നുണ്ടെങ്കിൽ ഇച്ചിരി ഹൈറ്റ് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ആ ഒരു ചെറിയ ഫ്ലവറാണ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, കമൻറ്റിൽ പിൻ ചെയ്തിടാം. അപ്പോൾ വേണ്ടവർ അത് പോയി കാണാം. ഇല്ലേ ഫോം ഷീറ്റിൻ്റെ ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും വെച്ചാലും മതി. പിന്നെ ഒരു സാറ്റൻ്റെ റിബൺ കൊണ്ട് ഒരു ചെറിയൊരു ബോയും കൂടി ഉണ്ടാക്കി അതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ അടുക്കളയിലാണ് ഇത് ഹാങ് ചെയ്തതാണ്. നമുക്ക് വേണമെങ്കിൽ വോളിൽ ഹാങ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.